അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ജീവിതമാണ് ലഹരി, ലഹരിക്കെതിരെ കൈകോർക്കാമെന്ന സന്ദേശമുയർത്തി വൈക്കം നഗരത്തിൽ സൈക്കിൾ റാലിയും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. വൈക്കം ജനമൈത്രി പോലീസും ജനമൈത്രി സമിതിയും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ, വൈക്കത്തെ വിവിധ വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. വൈക്കം വെൽഫെയർ സെന്ററിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി വൈക്കം ഡിവൈഎസ്പി TB വിജയൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രോഗ്രാമിനുപരിയായിട്ട് ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറയെ അത്രമേലെ ആശങ്കയിലാക്കുന്ന ഒരു അവസ്ഥയാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് പോലീസിൻ്റെയോ മറ്റ് സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്വമല്ല. ഇന്ന് സമൂഹം നേരിടുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ പോരാടുകയുള്ളൂ. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള വൈക്കം നഗരത്തിലെ അതിൻ്റെ ചലനത്തെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന, സാംസ്കാരികമായിട്ട് ഉയർന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഈ പോലീസിനോട് ചേർന്നുകൊണ്ട് ഇന്ന് ലഹരിക്കെതിരെ കൈകോർക്കുവാനായിട്ട് ഇവിടെ എത്തിയത്. CI S. സുഖേഷ്, ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ തൃപ്പൂണിത്തുറ ശാഖാ പ്രസിഡന്റ് ഡോക്ടർ അനൂപ് കുമാർ, വൈക്കത്തെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ലഹരി വിരുദ്ധ പ്ലക്കാർഡുകളേന്തി നഗരം ചുറ്റി സൈക്കിൾ റാലി നടത്തി. തുടർന്ന് വെൽഫെയർ സെന്ററിൽ സംഗമിച്ച വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ലഹരി ഉപയോഗത്തെ തുടർന്ന് സമൂഹത്തിലും കുടുംബങ്ങളിലും സംഭവിക്കുന്ന ദുരന്തങ്ങൾ വെളിവാക്കുന്ന ഫ്ലാഷ് മോബ് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ജനമൈത്രി പോലീസ് സമിതി കൺവീനർ രാജൻ അക്കരപ്പാടം ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി പോലീസ് PRO സുരേഷ് കുമാർ, ബീറ്റ് ഓഫീസർ TB ശ്രീനിവാസൻ, പോലീസ് ഉദ്യോഗസ്ഥർ ഡോക്ടർ അനൂപ് കുമാർ, ഡോക്ടർ K. സജി, വിവിധ സംഘടനാ ഭാരവാഹികൾ, വൈക്കത്തെ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ, രക്ഷകർത്താക്കൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തത്. വിഷൻ ന്യൂസ്, വൈക്കം.